മദ്രസ ടൈമിൻ്റെ പുതിയ അപ്ഡേഷനിൽ ഖുർആൻ ഓരോ പാഠഭാഗവും വീഡിയോ തയ്യാറാക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിന് ചെയ്യേണ്ടത്, ആപ്പ് തുറന്നു വരുമ്പോൾ ഖുർആൻ ആൻഡ് ഹിഫ്ള് എന്ന് കാണിക്കുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ വീഡിയോ ജനറേറ്റർ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഏത് സൂറത്താണ് വേണ്ടത് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സൂറത്തുകളുടെ ലിസ്റ്റ് വരുന്നത് കാണാം. ഇതിൽ നിന്നും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠത്തിൻ്റെ നമ്പർ നോക്കിയിട്ട് ആ സൂറത്ത് സെലക്ട് ചെയ്യുക. എനിക്കിവിടെ വേണ്ടത് സൂറത്ത് മുംതഹിനയിലെ 7, 8, 9 ആയത്തുകളാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രം എന്ന് കാണിക്കുന്ന ഭാഗത്തു നിന്നുള്ള നമ്പർ 7 എന്ന് കൊടുക്കുക. എനിക്ക് വേണ്ടത് 7, 8, 9 ആയത്തുകളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ളതനുസരിച്ച് അത് മാറ്റം വരുത്തുക. അപ്പോൾ എനിക്ക് 9 ആയത്തുകൾ വരെ വേണം. അപ്പോൾ ഇവിടെ 8 എന്നുള്ളത് 2 എന്നുള്ളത് 9 ആക്കി കൊടുക്കുക. അപ്പോൾ സൂറത്ത് മുംതഹിന സെലക്ട് ചെയ്തു. 7-ാമത്തെ ആയത്ത് മുതൽ എന്ന് സെലക്ട് ചെയ്തു. 9-ാമത്തെ ആയത്ത് വരെ എന്നതും സെലക്ട് ചെയ്തു. ഇനി താഴെ വീഡിയോ ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ലോ ക്വാളിറ്റി കൊടുത്താൽ 480p അത്ര മെമ്മറി സൈസ് വരികയില്ല. അപ്പോൾ അത് മീഡിയത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി മെമ്മറി ആവശ്യമായി വരും. ഹൈ റെസൊല്യൂഷനിലേക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അധികം മെമ്മറി സൈസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളാകാനും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ലോ ക്വാളിറ്റി തന്നെ അത്യാവശ്യം മതിയാകുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ പച്ച നിറത്തിൽ വന്നതായിട്ട് കാണാം. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ആസ്പെക്ട് റേഷ്യോ എന്ന് കൊടുത്തിരിക്കുന്നത് പോർട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ സാധാരണ നമ്മൾ കയ്യിൽ പിടിക്കുന്ന ആ കുത്തനെയുള്ള രൂപം, അതിൽ സ്ക്രീൻ ഫുള്ളായിട്ട് വരുന്ന രൂപമാണ്. അതിനുശേഷം സ്ക്വയർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിൽ മുകളിലും താഴെയൊക്കെ കുറച്ച് സ്ഥലം വിട്ടിട്ട് സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്ന രൂപമാണ്. അതിൻ്റെ ഇപ്പുറത്ത് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഫോൺ ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുക, ഫുൾ സ്ക്രീനായിട്ട് കിട്ടുമല്ലോ, ആ രൂപത്തിലാണ്. അപ്പോൾ അതിലെങ്ങനെയാണോ വേണ്ടത് അതുപോലെ കൊടുക്കുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് പോർട്രേറ്റ് ആണ്. കാരണം അതാണല്ലോ ആളുകൾക്ക് നോക്കാനൊക്കെ എളുപ്പമുണ്ടാകുക. ശേഷം താഴെയുള്ളത് ഫോണ്ട് സൈസ് എന്നാണ്. അതായത് അവിടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളുടെ വലുപ്പമാണ്. അതിവിടെ പിടിച്ച് പുറകോട്ടും മുൻപോട്ടും വലിച്ചു കഴിഞ്ഞാൽ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ മീഡിയം വലുപ്പത്തിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് തീമുകളുണ്ട്. എമറാൾഡ് ഗോൾഡ്, മിഡ് നൈറ്റ് ഗ്ലോ, റോയൽ ബ്ലൂ, അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ എമറാൾഡ് ഗോൾഡ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്രിവ്യൂ നോക്കാൻ വേണ്ടി, എങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാവുക എന്ന് കാണാൻ വേണ്ടി ഷോ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വരിക എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞല്ലോ, ആസ്പെക്ട് റേഷ്യോ സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഇനി ലാൻഡ്സ്കേപ്പ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഇവിടെ ലാൻഡ്സ്കേപ്പ് എന്ന് കാണിച്ചിരുന്നല്ലോ, ഈ രൂപത്തിലാണ് വരിക.
അതുപോലെ അക്ഷരങ്ങളുടെ വലുപ്പം നമ്മൾ 58 വെച്ച് കഴിഞ്ഞാൽ ഈ വലുപ്പത്തിലാണ് ഉണ്ടാകുക. മാക്സിമം 72 പിക്സൽ വരെയാണ് കൊടുക്കാൻ പറ്റുക. 72 കൊടുത്താൽ ഈ വലുപ്പത്തിലുണ്ടാകും. അതൊക്കെ പ്രിവ്യൂ നോക്കിയിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഞാനൊരു 60 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലായിരിക്കും വരിക. അപ്പോൾ പ്രിവ്യൂ ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട കാരീനെയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റിസൈറ്റർ എന്ന് കാണിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് കാര്യങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ മിഷരിയുടെ ഓത്താണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഫോണ്ട് സ്റ്റൈൽ മാറ്റാനുള്ള ഓപ്ഷനുമുണ്ട്. ഉസ്മാനിയ, അതുപോലെ തന്നെ ഔട്ട്ഫിറ്റ് ക്ലീൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുമുണ്ട്. ഞാൻ ഉസ്മാനിക് ഹെഫ്സ് എന്നുള്ള ആ ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യാണ്. ഇനിയൊക്കെ ചെയ്തതിന് ശേഷം താഴെ ജനറേറ്റ് എന്ന് കാണുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ഓപ്പണായി വരും. ഇതിൽ ജനറേറ്റ് ഓഡിയോ എന്ന് കൊടുത്താൽ നമ്മൾ സെലക്ട് ചെയ്ത ആയത്തുകളുടെ ശബ്ദം മാത്രം ഒരു ഓഡിയോ ക്ലിപ്പായിട്ട് കിട്ടുന്നതാണ്. ഇനി ജനറേറ്റ് വീഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആയത്ത് നേരത്തെ കാണിച്ചതുപോലെ അവിടെ എഴുതി കാണിക്കുകയും കൂട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ അത് ഓതി കാണിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് വീഡിയോ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലായിരിക്കും വരിക. ഇനി ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് പുറത്ത് സേവ് എന്ന ഓപ്ഷനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനും നമുക്ക് മിനിമൈസ് ചെയ്ത് പോയിട്ട് ആവശ്യമുള്ള ഗ്രൂപ്പിൽ അവിടെ പോയി സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് എന്ന് കാണിക്കുന്നത് കാണാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും.